നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും abcreationലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് നമുക്ക് കിടിലൻ 5 ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ ഒരു കാൽക്കുലേറ്റർ ലോക്കാണ് ഗൈസ്. ഇത് വെച്ച് നമ്മുടെ പേഴ്സണൽ ഫയൽസ് ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ തന്നെ ഒരു 4 അല്ലെങ്കിൽ ഒരു 8 ഡിജിറ്റ് പാസ്വേഡ് അടിക്കാൻ പറയും. അടിച്ചു കൊടുക്കുക. ഈക്വൽ കൊടുക്കുക. ഒന്നുകൂടി അടിച്ചു കൊടുക്കുക. ഈക്വൽ കൊടുക്കുക. പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. പാസ്വേഡ് അടിച്ചു. എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഓക്കെ കൊടുക്കുക. നമ്മുടെ ആപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇമേജസും വീഡിയോസും ഫയലൊക്കെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു പിക്ചർ ഹൈഡ് ചെയ്ത് നോക്കാം. പിക്ചേഴ്സിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ആൾ ഫയൽസ്, പിക്ചേഴ്സ്, വീഡിയോസ്, ഓഡിയോസ്. ഞാൻ തൽക്കാലം പിക്ചേഴ്സാണ് ഹൈഡ് ചെയ്യണത്. പിക്ചേഴ്സ് കൊടുക്കുക. ഞാൻ തൽക്കാലം ഈ പിക്ചറാണ് ഹൈഡ് ചെയ്യണത്. സെലക്ട് ചെയ്യുക. മൂവ് ടു മാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഇൻസ്ക്രിപ്ഷൻ ഹിഡൻ ഉണ്ട് ഗൈസ്. ഹിഡൻ കൊടുക്കുക. ടോക്കി കൊടുക്കുക. നമ്മുടെ മെയിൻ ഗാലറിയിൽ നിന്ന് ഈ ഫോട്ടോ ഹൈഡ് ആയിട്ടുണ്ട് ഗൈസ്. ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മുടെ മെയിൻ ഗാലറി എടുത്തു. മെയിൻ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഡിലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ അടിച്ച പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഈക്വൽ കൊടുക്കുക. നമ്മുടെ പിക്ചേഴ്സ് ഇവിടെ സേവ് ആയി വന്നിട്ടുണ്ട് ഗൈസ്. അടുത്ത ആപ്ലിക്കേഷൻ്റെ പേര് ScreenshotGo എന്നാണ് ഗൈസ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീൻഷോട്ടൊക്കെ വളരെ സിമ്പിളായിട്ട് വേഗം കണ്ടെത്താൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു ഇൻ്റർഫേസ് ആണ് ഗൈസ് വരുന്നത്. ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടായിട്ട് റിലേറ്റഡ് കണ്ടൻറ്റ് ഏതെങ്കിലും സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ വിൻഡോസിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഗൈസ് എടുക്കുക നോക്കുക. വിൻഡോസിന് അടിച്ചു കൊടുക്കുക. വിൻഡോസായിട്ട് റിലേറ്റഡ് ആയ സ്ക്രീൻഷോട്ട് വരും ഗൈസ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അത് അടുത്ത ഒരു IconPack ആണ് ഗൈസ്. LuX ഫ്രീ എന്നാണ് IconPackൻ്റെ പേര്. ഇത് ഫ്രീ ആണ് ഗൈസ്. ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അത് സെലക്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഏതെങ്കിലും ലോഞ്ച് സെലക്ട് ചെയ്തോളൂ. ഞാനിവിടെ തൽക്കാലം നോവയാണ് ഗൈസ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുക. നമ്മുടെ ഐക്കൺസിൻ്റെ ലുക്കൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. അടുത്തൊരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. പ്രിസം എന്നാണ് പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഗൈസ്. എല്ലാ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അത് സിമ്പിളായിട്ട് ഒരു ഇൻ്റർഫേസ് ആണ് ഗൈസ് കിട്ടുന്നത്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ് വാൾപേപ്പേഴ്സിൻ്റെ. അതിലൊരുപാട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഗൈസ്. വാൾപേപ്പറിൻ്റെ തന്നെ പല കളർ വേരിയൻസും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാൾപേപ്പർ അപ്ലൈ ചെയ്തു. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നു.
വാൾപേപ്പർ സക്സസ്ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ട്. അടുത്ത ആപ്ലിക്കേഷൻ്റെ പേര് ഫയൽസ് ബൈ ഗൂഗിൾ എന്നാണ് ഗൈസ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫയൽസൊക്കെ വളരെ സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. മറ്റേ ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മറ്റേ ഫോണിൽ റിസീവ് കൊടുക്കുക. ഏതാണ് ഇമേജ് സെലക്ട് ചെയ്യുക, സെൻഡ് കൊടുക്കുക. ഫോൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുക്കുക മറ്റേ ഫോണിൽ. നിങ്ങളുടെ ഇമേജ് വളരെ പെർഫെക്റ്റ് ആയിട്ട് സെൻഡ് ആയിട്ടുണ്ട് ഗൈസ്.